തിരുവല്ലോമല പാമ്പാടി ഐവർമഠം മഹാശ്മശാനത്തിൽ ലോകവിസ്മയമായ കളിയാട്ടം ഡിസംബർ 25 അരങ്ങേറുന്നു. ചുടലയ്ക്കുള്ളിൽ ചുടലഭദ്രകാളിയാടുന്ന ലോകത്തെ ഏകസ്ഥാനമായ ഇവിടെ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ചുടലഭദ്രകാളി, പൊട്ടൻതെയ്യം എന്നിവ പൈതൃക ശ്മശാന ഭൂമിയിൽ കെട്ടിയാടും. ഐവർമഠത്തിലെ ഈ അത്യപൂർവ അനുഷ്ഠാനം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. പാർലിക്കാട് നൈമിഷ്യാരണ്യത്തിൽ ഡിസംബർ 19 മുതൽ 28 വരെ 10 ദിവസങ്ങളിലായി നടക്കുന്ന 24ാമത് പരമതത്വ സമീക്ഷാ സത്രത്തിനുള്ള ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നൈമിഷ്യാരണ്യത്തിൽ എത്തിച്ചേർന്നു. വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനത്തിൽ നിന്നും രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഗ്രന്ഥഘോഷയാത്ര സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ ദീപം തെളിയിച്ച് സമാരംഭ ആരതി നടത്തിയതോടെയാണ് തുടക്കമായത്. പാണ്ഡവഗിരി ദേവീക്ഷേത്ര സമിതി പ്രസിഡന്റ് ഇ ശ്രീകുമാർ പ്രഥമ ഹാരാർപ്പണം നടത്തി. ചടങ്ങിൽ വിജയ രാമചന്ദ്രൻ, സുരേഷ് തങ്കപ്പൻ വടാശ്ശേരി എന്നിവരും ഗ്രന്ഥത്തിൽ ഹാരം ചാർത്തി ആദരവ് പ്രകടിപ്പിച്ചു. സത്രസമിതി ഭാരവാഹികളായ കെ വി രാധാകൃഷ്ണൻ, രാജൻ പാടൂക്കാട്, കെ രാധാകൃഷ്ണൻ, ടി.എം. സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകിയ രഥഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകുന്നേരം 6 മണിയോടെയാണ് സത്രവേദിയായ നൈമിഷ്യാരണ്യത്തിലെത്തിയത്. ഇന്ന് നടക്കുന്ന ധ്വജാരോഹണത്തിന് ശേഷം രാവിലെ 10 മണിക്ക് ഹരിപ്പാട് ശ്രീരാമകൃഷ്ണാശ്രമം അധ്യക്ഷൻ സ്വാമി വീരഭദ്രാനന്ദ സത്രം ഉദ്ഘാടനം ചെയ്തതോടെ വടക്കാഞ്ചേരി മേഖലയെ ഭക്തിലഹരിയിലാക്കുന്ന 10 ദിവസത്തെ ജ്ഞാനോത്സവത്തിന് ഔദ്യോഗികമായി തിരശ്ശീല ഉയരും. ന്യൂസ് ഡെസ്ക് CCV.